ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അനിഴം നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറയട്ടെ, ഇത് അനിഴം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ അനിഴം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. വലിയ ദോഷങ്ങളൊന്നുമില്ല, വലിയ ഗുണങ്ങളൊന്നുമില്ല. എന്നാൽ എടുത്തു പറയേണ്ടത്, ശത്രുക്കൾ മിത്രങ്ങളായിട്ട് മാറുന്ന അവസ്ഥകൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കുടുംബത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും കൂടുതലായിട്ടൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. ശത്രുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരമാവധി ചിലരെയൊക്കെ സഹായിക്കേണ്ടതായിട്ടൊക്കെ വരുന്നൊരു അവസ്ഥയുണ്ട്. വ്യാപാരികൾക്ക് കാലം അനുകൂലമാണ്, എങ്കിലും നഷ്ടത്തിനിട കാണുന്നില്ല. അനുകൂലമാണ്, എന്നാൽ വലിയ ലാഭവുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും കാണുന്നത്. വസ്തു സംബന്ധമായിട്ട് ചില അനുകൂല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. കുടുംബ സ്വത്തുക്കളെ ചൊല്ലിയോ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രോപ്പർട്ടിയെ ചൊല്ലിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി, കോടതി വിധി ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് രോഗങ്ങളുടെ ചില ശൈല്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, സാംക്രമിക രോഗങ്ങളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ചിൽ ഒക്കെ ഉണ്ടാകുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും ശൈല്യം ചെയ്തുകൊണ്ടിരിക്കും. തൊണ്ടവേദന, കരണവേദന, അല്ലെങ്കിൽ ഉദര സംബന്ധമായ വേദനകൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ശൈല്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വാഹനത്തിൽ നിന്നും ധനയോഗം കാണുന്നൊരു സമയമാണ് ഈ അനിഴം നക്ഷത്രക്കാർക്ക്. മാതൃഗുണം കൂടുന്നൊരു സമയം, മാതാവിൽ നിന്നും ധാരാളം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ചില ഉറ്റ സുഹൃത്തിൻ്റെ വേർപാട് മനോദുഃഖത്തിന് ഇടവരുത്തുന്ന ഒരു സമയവും കൂടിയാണ്. ഒരു വിയോഗം നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കുകയില്ല. ഭയങ്കരമായിട്ടുള്ളൊരു മനോവിഷമം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ മുൻകോപവും ക്ഷമയില്ലായ്മയും ദോഷം ചെയ്യുന്നതാണ്. ചില അനിഴം നക്ഷത്രക്കാർ തുറന്നടിച്ചുള്ള സംസാര രീതിയോ ഒക്കെ കൊണ്ട് ധാരാളം ആൾക്കാരുടെ ശത്രുത സമ്പാദിച്ചു വെക്കുന്നതാണ്. ശത്രുതയല്ല, അവർക്ക് ഒരു മോശക്കാരൻ അല്ലെങ്കിൽ മോശക്കാരി എന്നുള്ള രീതിയിൽ മനസ്സിൽ ഒരു ചിന്തയുണ്ടാകുന്നതാണ് നിങ്ങളെപ്പറ്റി. നിങ്ങൾ ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നഷ്ടം സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട്. ഷെയർ മാർക്കറ്റ് അത് കച്ചവടം എന്തും ആയിക്കോട്ടെ, പ്രോപ്പർട്ടി ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, ഊഹങ്ങളിലൂടെ കച്ചവടം ചെയ്യുന്നവരാണ്. ഇത് ഇന്ന് വാങ്ങിയിട്ട് നാളെ ഇത്ര കൂട്ടി വയ്ക്കാമെന്നൊക്കെ, ആ രീതിയിലുള്ളവർക്കൊക്കെ ഈ സമയത്ത് ചെയ്യുന്ന ബിസിനസ്സുകൾ നഷ്ടം സംഭവിക്കുന്ന സാധ്യത കൂടുതലാണ്. നിങ്ങൾ ചില അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള സമയമാണ്. നിങ്ങൾക്ക് അനാവശ്യമായ ചിലവുകളൊക്കെ വന്നു ചേരുന്നൊരു സമയമാണ്. പണത്തിൻ്റെ പേരിൽ സ്വജനങ്ങളോട് പിണങ്ങേണ്ടതായി വരുന്ന അവസ്ഥകൾ ധാരാളം ഉണ്ടാവും. നിങ്ങൾ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്നതാണ്. ഇഷ്ട സുഹൃത്തുക്കളുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് മനസ്സ് അസ്വസ്ഥമാക്കുന്നതാണ്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ അത് നിങ്ങൾക്ക് സങ്കടമോ ദോഷമോ ഒക്കെ ആക്കി വരുത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനോദുഃഖമുണ്ടാകുന്നതാണ് അവരുടെ പ്രവൃത്തികൾ. മാതാവിൻ്റെ രോഗം മൂലം കഷ്ടത അനുഭവിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ഈ മാസങ്ങൾ. അത് പ്രത്യേകിച്ച് ഒക്ടോബർ മാസമാകുമ്പോൾ മാതാവിൻ്റെ ആരോഗ്യത്തിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നുവിടാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് 2, 3, 5, 9, 16, 19, 22, 25, 30 തീയതികൾ ശുഭകരമായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് നാൽക്കാലികളിൽ നിന്നും പ്രയോജനം ഉണ്ടാകുന്നൊരു സമയമാണ്. ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമാനം കണ്ടെത്തിയിരിക്കുന്നവർക്ക് നല്ല വരുമാന മാർഗങ്ങളൊക്കെ തെളിഞ്ഞു വരുന്ന സമയമാണ്. സ്ത്രീകൾ മൂലം അപവാദത്തിനും ധനനഷ്ടത്തിനും ഇടയുണ്ടാകുന്നൊരു സമയമായതുകൊണ്ട് അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അനിഴം നക്ഷത്രക്കാർക്ക് ഈ മാസങ്ങളിൽ ഗുണകരമായിരിക്കുകയില്ല. നിങ്ങൾക്ക് കൃഷിയിൽ നിന്ന് നേട്ടങ്ങൾ കാണുന്നൊരു സമയമാണ്. ഒപ്പം കൂട്ടു ബിസിനസ്സുകൾ ഒഴിവാക്കി കൂടുതൽ മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്. കൂട്ടു ബിസിനസ്സുകൾ, പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത്. അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും.
കഴിയാവുന്ന എന്തെങ്കിലും വിഷയത്തിലൊക്കെ ആണെങ്കിൽ ഷെയറൊക്കെ കൊടുത്ത് അവരെ സെറ്റിൽ ചെയ്തിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിന് അനുഭവം കൂടി വരുന്ന സമയമാണ്. പൊതുവെ ഗുണാനുഭവവും ദോഷാനുഭവവും ഒക്കെ ഈക്വലായിട്ട് വരുന്നൊരു സമയമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകും. പേടിക്കാൻ മാത്രമുള്ള ദോഷങ്ങളൊന്നും നിങ്ങൾക്കില്ല. എങ്കിലും നിങ്ങളുടെ മാതാവിൻ്റെ രോഗത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാതാവിൻ്റെ പേരിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ അതല്ല എങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ധന്വന്തിരി ക്ഷേത്രത്തിലോ പാനകം വഴിപാടായിട്ടൊക്കെ നടത്തുന്നത് ഗുണകരമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ, കഴിയാവുന്ന ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവീ ക്ഷേത്ര ദർശനം എന്നുള്ളതാണ്. ദേവിക്ക് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുക, വെളുത്ത പായസം നിവേദിക്കുക, ശർക്കര നിവേദിക്കുക, ഉടയാട സമർപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് ദേവിയുടെ പ്രീതിക്ക് പാത്രമാകാൻ സാധ്യതയൊരുക്കും. അപ്പം ചൊവ്വാഴ്ച ദിവസങ്ങളാണ് ഭദ്രകാളി ദേവി ക്ഷേത്രമൊക്കെ സന്ദർശിക്കുന്നതെങ്കിൽ നിങ്ങൾ നാരങ്ങാമാല സമർപ്പിക്കുന്നത് ഗുണകരമാണ്. 21 നാരങ്ങ കോർത്ത മാല സമർപ്പിക്കുന്നത് ഗുണകരമായിരിക്കും. വെള്ളിയാഴ്ചയാണ് ഭദ്രകാളി ദേവി ക്ഷേത്രം സന്ദർശിക്കുന്നത് ഗുരുതി വഴിപാട് നടത്തുക, രക്തപുഷ്പാഞ്ജലി നടത്തുക, മാതാവിൻ്റെ പേരിൽ നടത്തുക ഒക്കെ ചെയ്യുന്ന ഗുണകരമാണ്. അതേസമയം സാധാരണ ദേവിയാണെങ്കിൽ, അതായത് ഭദ്രകാളിയല്ല, സാധാ നമ്മുടെ ദേവീക്ഷേത്രം ഉണ്ടല്ലോ, അന്നപൂർണേശ്വരി, പിന്നെ സരസ്വതി ദേവി, ഭദ്രാദേവി ഒക്കെ ഉള്ളത്, അവിടെയൊക്കെയാണ് ചെല്ലുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശർക്കര മുന്നിൽ വെക്കുക, വെളുത്ത പായസം കഴിക്കുക, ഉടയാട സമർപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. പട്ടും താലയും ചേർത്ത് ദേവീക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാടായിട്ട് കൂട്ടുന്നത് പട്ടും താലയും ചേർത്താണ്. അപ്പോൾ അതൊക്കെ സമർപ്പിക്കുന്നത് ഗുണകരമായിരിക്കും. അങ്ങനെ മുന്നോട്ട് പോവുക. ഈ 2 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സ്ഥായി ഭാവത്തിലൊക്കെ വളരെ മാറ്റം വരുന്നതാണ്. ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ കാരണത്താൽ, ദേവിയുടെ കാരണത്താലൊക്കെ നല്ലൊരു മാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.